നമസ്കാരം, ന്യൂസ് അറ്റ് 11:30 സ്വാഗതം. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകട സ്ഥലത്ത് ഇന്നത്തെ പരിശോധനയിലും ശരീരഭാഗങ്ങൾ കണ്ടെത്തി. പാടശേഖരത്തു നിന്നാണ് പേശിയോടുകൂടിയ ഒരു ഭാഗവും മറ്റു 2 ശരീരഭാഗങ്ങളും കണ്ടെത്തിയത്. 10 മൊബൈൽ ഫോൺ അവശിഷ്ടങ്ങളും കണ്ടെത്തി. അപകട സമയത്ത് 37 പേരാണ് ഉണ്ടായിരുന്നത്. വെടിക്കെട്ട് അപകടത്തിൽ മരിച്ച 10 പേരിൽ 9 പേരെ തിരിച്ചറിഞ്ഞു. പരിക്കേറ്റവരിൽ 4 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. വെടിക്കെട്ടുപുരയുടെ ലൈസൻസ് ഉടമയായ സതീഷ് ഇപ്പോഴും വെന്റിലേറ്ററിൽ തുടരുകയാണ്. അപകടത്തിൽ മരിച്ച 10 പേരിൽ 8 പേരുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി. മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. അപകട സ്ഥലത്തു നിന്ന് ലഭിച്ച ശരീരാവശിഷ്ടങ്ങൾ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇതിൽ നിന്ന് DNA സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയക്കും. അതിനുള്ള നടപടികൾ ഇന്നും തുടരും. സംഭവ സ്ഥലത്ത് കടാവർ നായകളെ ഉപയോഗിച്ചാണ് ഇന്നും പരിശോധന നടത്തുന്നത്. 200ഓളം പോലീസുകാരെയും വിന്യസിച്ചിട്ടുണ്ട്. അതേസമയം പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കാൻ സർക്കാർ ദേവസ്വങ്ങളുമായി നടത്തുന്ന ചർച്ചയും ആരംഭിച്ചു. കുന്നംകുളം പാറയമ്പാടത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം. ബൈക്ക് യാത്രക്കാരന് പരിക്ക്. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ പാറയമ്പാടം അയ്യപ്പത്ത് റോഡിന് സമീപം ബുധനാഴ്ച രാത്രി 7ഓടെയാണ് അപകടമുണ്ടായത്. കുന്നംകുളം ഭാഗത്തു നിന്ന് കുറ്റിപ്പുറം ഭാഗത്തേക്ക് പോകുകയായിരുന്ന സ്വിഫ്റ്റ് കാറും എതിർദിശയിൽ വന്ന ബൈക്കും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി തൂണിലിടിച്ചാണ് നിന്നത്. അപകടത്തിൽ പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരനെ നാട്ടുകാർ ഉടൻ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് പാതയിൽ നേരിയ ഗതാഗത തടസ്സമുണ്ടായി. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. CPM പുന്നയൂർകുളം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ VP മാമു അനുസ്മരണ സമ്മേളനം നടത്തി. ഏപ്രിൽ 22 VP മാമു ഓർമ്മ ദിനത്തിന്റെ ഭാഗമായാണ് പരിപാടികൾ നടത്തിയത്. ബ്രാഞ്ച് തലങ്ങളിൽ പുഷ്പാർച്ചനയും പ്രഭാതപേരിയുമുണ്ടായി. ആൽത്തറ പഴയ പോസ്റ്റ് ഓഫീസ് പരിസരത്ത് നിന്നാരംഭിച്ച പ്രകടനത്തോടുകൂടിയാണ് അനുസ്മരണ സമ്മേളനം ആരംഭിച്ചത്. ആൽത്തറ ഗ്രീൻലാൻഡ് റീജൻസിക്ക് എതിർവശത്ത് നടത്തിയ അനുസ്മരണ സമ്മേളനം CPM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും കൂടുതൽ കാലം പുന്നയൂർകുളം പഞ്ചായത്തിന്റെ ഭരണസാരഥ്യം സ്തുത്യർഹമായി നിർവഹിക്കുകയും ജനസേവകനായി ജനഹൃദയങ്ങളിൽ ജീവിക്കുകയും പുന്നയൂർകുളത്തിന്റെ ഭാഗധേയം നിർണ്ണയിക്കുന്നതിലും ഉജ്ജ്വലമായ പങ്കുവഹിച്ചതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് VP മാമു എന്ന് ജില്ലാ സെക്രട്ടറി ഉദ്ഘാടന പ്രസംഗത്തിൽ ഓർമ്മിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗം V അപ്പു മാസ്റ്റർ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ജംഷീദ് അലി മുഖ്യപ്രഭാഷണം നടത്തി. CPM ചാവക്കാട് ഏരിയ സെക്രട്ടറി TT ശിവദാസൻ, NK അക്ബർ MLA, വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി V താജുദ്ദീൻ, ഏരിയ കമ്മിറ്റി അംഗം AD ധനീബ്, പുന്നയൂർകുളം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CC ജയന്തി, C ധർമ്മൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി സുരേഷ് താണിശ്ശേരി സ്വാഗതവും ലോക്കൽ കമ്മിറ്റി അംഗം ജാസ്മിൻ ഷഹീർ നന്ദിയും പറഞ്ഞു. കുട്ടഞ്ചേരി ആലിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. കാലത്ത് 5 മണിക്ക് നിർമ്മാല്യം, തുടർന്ന് ക്ഷേത്രം തന്ത്രി ഈക്കാട്ടുമനക്കൽ നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഗണപതി ഹോമം, 6 മണിക്ക് ഉഷപൂജ, തുടർന്ന് കലശപൂജ, ഉച്ചപൂജ എന്നിവ നടന്നു. വൈകിട്ട് 3 മണിക്ക് നട തുറക്കൽ, തുടർന്ന് ദേശകുരുതി, 6 മണിക്ക് നിറമാല, ചുറ്റുവിളക്ക്, 6:30 ദീപാരാധന, ഭഗവത് സേവ, തുടർന്ന് അത്താഴ പൂജയും ഉണ്ടായി. വൈകിട്ട് 5 കുട്ടഞ്ചേരി അയ്യപ്പ സേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സതീശൻ ആൻഡ് പാർട്ടിയുടെ നേതൃത്വത്തിൽ തുമ്പിൽ ക്ഷേത്രത്തിൽ നിന്നും ഉടുക്കുപാട്ടിന്റെ അകമ്പടിയോടെ താലം എഴുന്നള്ളിച്ച് 7 മണിക്ക് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് ക്ഷേത്രസന്നിധിയിൽ പറവെപ്പും നടന്നു. 8:30 ശാസ്താം പാട്ടുണ്ടായി. വൈകിട്ട് 7 മണി മുതൽ അന്നദാനവും ഉണ്ടായിരുന്നു. ചരമം. പാറന്നൂർ തോട്ടുങ്ങൽ രാധ നിര്യാതയായി. 76 വയസ്സായിരുന്നു. സംസ്കാരം പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടത്തി. വിജയൻ ഭർത്താവാണ്. സ്മിത, സ്മിജ എന്നിവർ മക്കളാണ്. ചൂണ്ടൽ പുതുശ്ശേരി കുഞ്ഞുകുട്ടൻ ആശാരി മകൻ PK ദാമോദരൻ നിര്യാതനായി. 70 വയസ്സായിരുന്നു. റിട്ടയർഡ് BSNL ഉദ്യോഗസ്ഥനാണ്. സംസ്കാരം ഇന്ന് 12 മണിക്ക് ചെറുതുരുത്തി ശാന്തി തീരത്ത് നടക്കും. രുക്മിണി ഭാര്യയും സുനീഷ്, ഷീന, ഷീജ എന്നിവർ മക്കളുമാണ്. ഇതോടെ ന്യൂസ് അറ്റ് 11:30 സമാപിക്കുന്നു. നമസ്കാരം.